ആനയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വനംവകുപ്പ് ഏറെ പണിപ്പെട്ടിട്ടും ഈ ആനയെ മയക്കുവെടി വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രതികൂലമായി ധാരാളം ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് 9ാം ദിവസമാണ് വേലൂർ മാഗ്നയെ വെടിവെക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇപ്പോൾ ആന കർണാടക കേരള അതിർത്തിയായ ചാമ്പാളം ഭാഗത്താണ് ഉള്ളത് എന്നാണ് ഏറ്റവും അവസാനം വനംവകുപ്പിന് വിവരം ലഭിച്ചിരിക്കുന്നത്. 9ാം ദിനത്തിലാണ് ദൗത്യം. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഷംസീർ, അവസാനമായി വനംവകുപ്പിന് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? റേഡിയോ കോളർ വഴി? രേഷ്മ, ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വേലൂർ മഗ്ന കാട്ടാന കർണാടക അതിർത്തി കടന്നു പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേരളത്തിന്റെ അതിർത്തി കടന്ന് കർണാടക വനമേഖലയിലേക്ക് പ്രവേശിച്ചുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ 3 സംഘങ്ങളായുള്ള തെരച്ചിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൈസൂർ മാനന്തവാടി ദേശീയപാതയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ വനത്തിലാണ് ഇപ്പോൾ വേലൂർ മഗ്ന കാട്ടാനയുള്ളത് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഈ കർണാടകയുടെ സംഘവും ഈ ദൌത്യത്തിൽ ഏർപ്പെടുന്നുണ്ട്. ട്രാക്കിംഗ് സംഘം 20 പേരടങ്ങുന്ന ട്രാക്കിംഗ് സംഘം ആനയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായി നോക്കാൻ വേണ്ടി വനത്തിനകത്ത് തന്നെയുണ്ട്. മറ്റൊരു സംഘം മയക്കുവെടി വെക്കാനും മറ്റുമൊക്കെയുള്ള മറ്റൊരു സംഘം കൂടി ഈ തെരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ട്. അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ സംഘത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വേലൂർ വനമേഖലയുടെ അടുത്താണ്. ഇവിടെ ആനയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ കൂടി കാണാം. ഈ ലോറി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഒപ്പം തന്നെ റിസർവായി നിരവധി ഉദ്യോഗസ്ഥർ, വനം വകുപ്പിലെ നിരവധി ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ ഇവിടെ നിന്ന് സഹായങ്ങൾ എത്തിക്കാനും മറ്റുമാണ് ഇവിടെ ഉദ്യോഗസ്ഥർ തമ്പടിച്ചിരിക്കുന്നത്. അങ്ങനെ 10ാം ദിവസമാണ് ഇപ്പോൾ വേലൂർ മഗ്നയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നത്. പല ദിവസങ്ങളിലും ട്രാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ കൂടി ആനയെ കൃത്യമായി ആനയുടെ അടുത്തെത്തി ആനയെ പിടികൂടാൻ അല്ലെങ്കിൽ മയക്കുപടി വെക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. 4 കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 200 പേരടങ്ങുന്ന സംഘം ഈ തെരച്ചിലിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിൽ, അതായത് തെരച്ചിൽ ട്രാക്കിങ്ങിനാണെങ്കിലും മയക്കുവെടി വെക്കാനുള്ള സംഘമാണെങ്കിലും ഒപ്പം റിസർവ് സംഘമൊക്കെ 200 പേരുടെ വലിയ ഒരു ഉദ്യോഗസ്ഥരുടെ സംഘം തന്നെ വേലൂർ മഗ്ന കാട്ടാനയെ പിടികൂടാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടി ഈ തെരച്ചിലിന്റെ ഭാഗമായി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കർണാടക വനമേഖലയിലേക്ക് ആന കടന്നുവെന്നാണ്. 10 ദിവസമായി ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. പലപ്പോഴും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ കൂടി ആനയുടെ അടുത്തേക്ക് എത്തിപ്പെടാനും അതിന് മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കും എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വയനാട്ടിൽ സന്ദർശിക്കുകയും ആശങ്കകൾ ആളുകൾ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ഈ വേലൂർ മഗ്ന എന്ന കാട്ടാനയെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം കൂടി ആളുകൾ പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി പങ്കുവച്ചിരുന്നു. വരും ദിവസങ്ങളിലും ഇന്നിപ്പോൾ ഒരു ആനയുടെ അടുത്തെത്താനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. ആ തരത്തിലാണ് ആനയുടെ ചലനങ്ങൾ പോകുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ കർണാടക അതിർത്തിയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കൂടി ആനയുടെ സഞ്ചാരം അത് കേരള അതിർത്തിയിലേക്കും കേരളത്തിലേക്കും ഒപ്പം തന്നെ കർണാടകയുടെ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ചലനം മാറുന്നുണ്ട്. അപ്പോൾ പോലും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. രേഷ്മ, ശരി. മാനന്തവാടിയിൽ കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാന വേലൂർ മഗ്നയ്ക്കായി 9ാം ദിനവും തെരച്ചിൽ തുടരുന്നു എന്നുള്ള വിവരമാണ് മുഹമ്മദ് ഷംസീർ പങ്കുവയ്ക്കുന്നത്. ആന കർണാടക കേരള അതിർത്തിയായ ചാമ്പളം ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതും കടന്ന കർണാടക വനമേഖലയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഷംസീർ പങ്കുവയ്ക്കുന്നത്.